ഇപ്പോഴും പലർക്കും കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് നമ്മുടെ ട്രഷർ ലിങ്ക് അച്ചീവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ട്രഷർ ലിങ്ക് കിട്ടുകയെന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഗെയിം തുടങ്ങുന്ന സമയത്ത്. അതിന് പുറമെ നമുക്ക് വേറൊരാളായിട്ട് ഒപ്പോണൻ്റായിട്ട് കളിച്ചിട്ട് നമുക്ക് ഇത് എടുക്കാനുള്ള ഒരു അവസരമുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള ട്രഷർ ലിങ്കാണ്. ഞാൻ ബാക്കിയുള്ള പ്ലേയേഴ്സായിട്ട് കളിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. ആദ്യം കാണുന്ന ഇസഡ് ഗെയിമിംഗ് എന്നുള്ളത് എനിക്ക് ലോഗിനായിട്ട് കിട്ടിയതും ബാക്കിയുള്ളത് ഞാൻ കളിച്ചിട്ട് കിട്ടിയതുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഇനി അച്ചീവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഒപ്പോണൻസായിട്ട് കളിക്കുകയാണ് വേണ്ടത്. ഏറ്റവും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നൊരു വഴിയാണ് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് മാച്ച് കളിക്കുക. അത് ഗോൾഡൻ റൂൾ ഇട്ടിട്ട് കളിച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ ഒറ്റ ഗോൾ അടിച്ചാൽ തന്നെ നമ്മുടെ മാച്ച് ഫിനിഷ് ആവുകയും ചെയ്യും, നമുക്ക് കിട്ടേണ്ട ആ റിവാർഡ് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനൊരു ഡിവിഷൻ മാച്ച് കളിച്ച് ജയിച്ചതാണ്. അത് കളിച്ച് ജയിച്ചപ്പോൾ തന്നെ നമുക്കവിടെ റിവാർഡ് കിട്ടുന്നുണ്ട്. ഇത് ഞാൻ മുന്നേ കളിച്ചത് കൊണ്ട് തന്നെ എനിക്കത് അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അൺലോക്ക് ചെയ്തപ്പോൾ അതിൻ്റെ റിവാർഡ്സാണ് പോയി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നോർമലി നമ്മുടെ മാച്ച് ഫിനിഷ് ആയ പോലെ തന്നെയാണ്. അപ്പോൾ അത് ഫിനിഷ് ആയി കഴിഞ്ഞാൽ നോർമലി നമ്മൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വരുന്ന ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നോർമൽ റിവാർഡ് കിട്ടും. അത് കഴിഞ്ഞാൽ വരുന്നതാണ് നമ്മുടെ ട്രഷർ ലിങ്ക്. എനിക്കിപ്പോൾ അവിടെ താഴത്ത് ഓവർ റേറ്റ് എന്നാണ് പറഞ്ഞിട്ട് വരുന്നത്. ശരിക്കും അവിടെ അക്വയർ എന്ന് പറഞ്ഞിട്ടാണ് വരിക. കാരണം എനിക്കിപ്പോൾ ഈ 3 സ്ലോട്ടുള്ളതും 3 ഫില്ലായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓവർ റേറ്റ് എന്നാണ് എനിക്ക് കാണിക്കുക, നിങ്ങൾക്ക് അവിടെ അക്വയർ എന്നാണ് കാണിക്കുക. അപ്പോൾ നോർമലി അക്വയർ കൊടുക്കുകയാണ് നിങ്ങൾ വേണ്ടത്. അക്വയർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചോദിക്കും ഇത് നിങ്ങളെ മെയിനായിട്ടുള്ള അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ട്രഷർ ലിങ്ക് ആക്കി മാറ്റണമെന്ന്. അപ്പോൾ നിങ്ങളത് യെസ് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അത് യൂസ്ഫുള്ളാണ്. നിങ്ങളിപ്പോൾ അവരായിട്ട് കളിക്കുമ്പോൾ അവർക്കും അത് കിട്ടും. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ അത് ഓവർ റേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള മെത്തേഡും കൂടിയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചിലവർ ഫസ്റ്റിലത്തെ അറിയാത്ത രീതിക്ക് തന്നെ അവരുടെ ട്രഷർ ലിങ്കുകൾ അവർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ GPയുടെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടാത്തത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കപ്പോൾ ഏതാണോ വേണ്ടത് അത് കിട്ടുമ്പോൾ അതിനനുസരിച്ചിട്ട് അവിടെ ഓവർ റേറ്റ് ചെയ്താൽ മതി. ഇപ്രാവശ്യം വന്ന ട്രഷർ ലിങ്കിൽ അങ്ങനൊരു യൂസ്ഫുള്ളും കൂടിയും കൊണാമി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, നമുക്കൊരു ഫ്രണ്ട്ലി മാച്ച് കളിക്കാം. അങ്ങനെ അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്